വർഷങ്ങളായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം കൂടുതൽ രൂക്ഷമാകാതിരിക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഇപ്പോൾ പ്രശംസ കിട്ടിയിരിക്കുകയാണ്. പോളണ്ട് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വ്ളാഡിസ്ലാവ് തെയോഫിൽ ബാർട്ടോസെവിസ്കിയാണ് ഇന്ത്യയുടെ ശ്രമങ്ങളെ വാനോളം പുകഴ്ത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വലിയ വില നൽകുന്നുണ്ടെന്നും റഷ്യയെ സ്വാധീനിക്കാൻ കഴിവുള്ള ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോളതലത്തിൽ ബഹുമാനിക്കപ്പെടുന്ന നേതാവാണ് പ്രധാനമന്ത്രി മോദിയെന്നും റഷ്യയുമായി ഇന്ത്യക്ക് ദീർഘകാല ബന്ധമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കാൻ ഇന്ത്യയുടെ പങ്ക് നിർണായകമാണെന്നും പറയുന്നു. വാർത്താ ഏജൻസിയായ ANAക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകം ഉറ്റുനോക്കുന്ന രാഷ്ട്രതന്ത്രജ്ഞനാണ്. റഷ്യൻ ഫെഡറേഷനുമായും അതിനു മുമ്പ് സോവിയറ്റ് യൂണിയനുമായും ചേരിചേരാ നയത്തിലൂടെ ഇന്ത്യക്ക് ദീർഘകാല ബന്ധമാണുള്ളത്. പ്രധാനമന്ത്രി മോദി പറയുന്നത് പ്രസിഡന്റ് പുടിൻ ശ്രദ്ധിക്കാറുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2022 അവസാനത്തിൽ യുദ്ധത്തിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് റഷ്യയെ പിന്തിരിപ്പിക്കാൻ പ്രധാനമന്ത്രി മോദി സഹായിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് പുടിനിൽ സമ്മർദ്ദം ചെലുത്താനും സ്വാധീനം ചെലുത്താനും കഴിയുന്ന ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് വ്യക്തമായും ഇടപെടാൻ കഴിയുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ഇന്ത്യയും പോളണ്ടും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചതായും ബാർട്ടോസെവിസ്കി പറഞ്ഞു. കുറഞ്ഞ വിലയിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് റഷ്യയുടെ യുദ്ധ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുന്നു എന്നതിൽ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇരു രാജ്യങ്ങളും പരസ്പരം നിലപാടുകൾ മനസ്സിലാക്കിയതിനാൽ അതൊരു ചർച്ചാ വിഷയമല്ല എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നയതന്ത്ര നിലപാടുകളും ഇടപെടലുകളും നിരവധിയാണ്. യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ സമാധാന ചർച്ചകൾക്ക് ഇന്ത്യ ഊന്നൽ നൽകിയിട്ടുണ്ട്. 2022 സമഘട്ടിൽ വെച്ച് നടന്ന SCO ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ഇന്നത്തെ യുഗം യുദ്ധത്തിന്റേതല്ല എന്ന് നേരിട്ട് വ്യക്തമാക്കിയത് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂ എന്ന നിലപാടാണ് ഇന്ത്യ തുടരുന്നത്. ഇരു രാജ്യങ്ങളുമായും ഒരേപോലെ ബന്ധം നിലനിർത്താൻ സാധിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായും ഫോണിലൂടെയും നേരിട്ടും സമാധാന ചർച്ചകളുടെ ആവശ്യകതകളെക്കുറിച്ച് നിരന്തരം സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഐക്യരാഷ്ട്രസഭയിൽ റഷ്യക്കെതിരെ വന്ന പല പ്രമേയങ്ങളിലും ഇന്ത്യ വോട്ട് ചെയ്യാതെ മാറി നിന്നു. ഇതിലൂടെ റഷ്യയുമായുള്ള ദീർഘകാല സൗഹൃദം നിലനിർത്താനും അതേസമയം യുദ്ധത്തെ പരസ്യമായി പിന്തുണയ്ക്കാതിരിക്കാനും ഇന്ത്യ ശ്രദ്ധിച്ചു. ആഗോള ശക്തികൾക്കിടയിൽ ഒരു മധ്യസ്ഥന്റെ റോളിലേക്ക് ഇന്ത്യയെ എത്തിക്കാൻ ഈ നിലപാടുകൾ സഹായിച്ചിട്ടുണ്ട്. യുദ്ധബാധിതരായ യുക്രൈനിലെ ജനങ്ങൾക്ക് ഇന്ത്യ വലിയ തോതിൽ മാനുഷിക സഹായങ്ങൾ എത്തിച്ചു നൽകിയിട്ടുമുണ്ട്. മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. യുദ്ധം മൂലം ആഗോളതലത്തിലുണ്ടായ ഭക്ഷ്യ, ഇന്ധന, വള പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഇന്ത്യ മുൻകൈയെടുത്തു. പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങളുടെ ശബ്ദമായി മാറാനും യുദ്ധം മൂലം അവർ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിക്കാനും ഇന്ത്യ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. റഷ്യയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധം തുടരുന്നതിലൂടെ ആഗോള ഊർജ്ജ വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിഞ്ഞതായും ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പക്ഷം ചേരുന്നതിന് പകരം സമാധാന ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മധ്യസ്ഥതയ്ക്കാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. 4 വർഷം പിന്നിട്ട യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഒരു കരട് സമാധാന കരാർ ചർച്ചകളിൽ വന്നെങ്കിലും യുക്രൈന്റെ അധീനതയിലുള്ള ഡോൺബാസ് പ്രദേശം പൂർണ്ണമായും വിട്ടുകൊടുക്കണമെന്ന റഷ്യയുടെ വാശിയും സ്വന്തം ഭൂമി വിട്ടുകൊടുക്കില്ല എന്ന യുക്രൈന്റെ നിലപാടും ചർച്ചകളെ സങ്കീർണമാക്കിയിരിക്കുകയാണ്. കൂടാതെ യുക്രൈന് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന സുരക്ഷാ ഗ്യാരണ്ടികളെയും റഷ്യ കർശനമായി തന്നെ എതിർക്കുന്നുണ്ട്. യുദ്ധം 4 വർഷം പിന്നിടുമ്പോൾ ഏകദേശം 60 ലക്ഷത്തിനടുത്ത് ആളുകൾ യുക്രൈനിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി പോയിട്ടുണ്ട്. യുക്രൈനിലെ പവർ പ്ലാന്റുകൾ തകർന്നത് ലക്ഷക്കണക്കിന് ജനങ്ങളെ വലിയ തോതിൽ ദുരിതത്തിലാക്കി. ചുരുക്കത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് എങ്കിലും ഭൂമി വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കാരണം യുദ്ധക്കളത്തിലെ ആക്രമണങ്ങൾ ഇപ്പോഴും രൂക്ഷമായി തുടരുക തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.